എങ്ങനെയാണ് നമുക്ക് വീട്ടിലോ ഫ്ലാറ്റിലോ ഈ രീതിയിൽ നമുക്ക് ചീര നന്നാക്കി എടുക്കാൻ പറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമേ തന്നെ നമുക്ക് ചീര നടാനുള്ളൊരു മണ്ണ് അല്ലെങ്കിൽ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി അല്പം ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കൂടെ ഇട്ട ഒരു മിക്സ് നമ്മളൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയ തടത്തിലാണെങ്കിൽ തടത്തിലോ സെറ്റാക്കി എടുക്കുക. രാവിലെ വൈകുന്നേരവും അതിന് ചീരവിത്ത് പാകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം ചീരവിത്ത് നമുക്ക് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം മുളപ്പിച്ചിട്ടോ നടാവുന്നതാണ്. ചീര നട്ടതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് അല്പം മണ്ണ് വിതറിയതിന് ശേഷം നമ്മൾ ചീര ഇനിയിപ്പോൾ ഉറുമ്പോ അങ്ങനെയുള്ള ജന്തുക്കൾ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം 2 ഇല പരുവാകുമ്പോഴത്തേന് ഏകദേശം 2-3 ദിവസം കൊണ്ട് ചീരവിത്ത് എല്ലാം തന്നെ മുളച്ച് വരുന്നതായിരിക്കും. 3 ഇല അല്ലെങ്കിൽ 3-4 ഇല ആകുമ്പോഴത്തേനും നമുക്ക് ചീരവിത്ത് മറ്റൊരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലേക്ക് ഇത് ഓരോന്നോരോന്നായി പറിച്ച് നടാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 15 മുതൽ 20 ദിവസം കൊണ്ട് നമുക്ക് ചീരവിത്ത് നന്നായി പാകമായ ചീരയായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ ചീര വിത്ത് പാകിയതിന് ശേഷം അത്യാവശ്യം വെയിലുള്ള ഭാഗത്താണ് ചീരയുടെ ഈ ഒരു പാത്രം നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.